വിശന്നു വിശന്ന് ഗസ മരിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷിക്കുന്നത് എല്ലുന്തിയ ഒട്ടിയ വയറുള്ള കുറേ മനുഷ്യ ശരീരങ്ങളാണ്. അന്നം നിഷേധിച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ നരഹത്യ അതിക്രൂരമാണ്. വിശപ്പടക്കാനുള്ള ഒരു റൊട്ടി കഷ്ണം പോലും എത്ര വില കൊടുത്താലും കിട്ടാനില്ലാത്ത അവസ്ഥ. അല്പം കുടിവെള്ളമെങ്കിലും ലഭിക്കുന്ന സഹായ കേന്ദ്രങ്ങളിലേക്ക് കാൽനടയായി ഒരുപാട് ദൂരം സഞ്ചരിക്കണം. അതിനിടയിൽ പോലും ആ മനുഷ്യരിലേക്ക് വെടിയുതിർക്കുന്ന സയണിസത്തിൻ്റെ കാപാലികത ഒന്നോർത്തു നോക്കൂ. ഈ അടുത്ത ദിവസങ്ങളിൽ മാത്രം പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 100-ലധികമാണ്. ഭക്ഷണത്തിനു വേണ്ടി കാത്തുനിന്ന് വെടിയേറ്റു മരിച്ചതോ 1000-ലേറെ പേരും. പലസ്തീൻ ജനതയ്ക്ക് അടിസ്ഥാന സഹായമെത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ കപ്പലുകൾ തീരത്തേക്ക് അടുപ്പിക്കാൻ പോലും ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നില്ല. പട്ടിണി കിടന്ന് കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ ദൃശ്യങ്ങൾ കണ്ട് ആഹാരമില്ലാതെ വലയുന്ന ഗസക്കാർക്ക് ലഭിക്കാനായി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭക്ഷണം കുപ്പിയിലാക്കി കടലിൽ ഒഴുക്കുകയാണ് ഈജിപ്തിലെ മനുഷ്യർ. ക്ഷമിക്കുക, നിങ്ങളുടെ ക്ഷമക്ക് അള്ളാഹുവിൽ നിന്നുള്ള സഹായമുറപ്പ് എന്നുകൂടി അവർ ആ ബോട്ടിലിൽ എഴുതി ചേർക്കുന്നു. തിരമാലകൾ അവയെ ഫലസ്തീൻ തീരത്തെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണവർ. ആ ഭക്ഷണങ്ങൾ ഫലസ്തീൻ തീരത്തണഞ്ഞാൽ പോലും ആശ്വാസമാണ്. തങ്ങൾ ഒറ്റക്കല്ലെന്നും ചേർത്തു പിടിക്കാൻ മനുഷ്യരായി ചിലരെങ്കിലും ബാക്കിയുണ്ടെന്നുമുള്ള വലിയ പ്രതീക്ഷയും. എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായ ജനതയുടെ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പാണത്.